പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മരണാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ ഒരേ ദിവസം തന്നെ സ്വീകരിക്കാം. മൂന്നാമത്തെ കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ ദണ്ഡവിമോചനത്തിനോടനുബന്ധിച്ച് ചേർത്തിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. മാത്രമല്ല 3 വ്യവസ്ഥകൾ പൂർത്തിയാക്കണം. 3 വ്യവസ്ഥകളിൽ ഒന്ന് കൗദാശിക കുമ്പസാരം, പരിശുദ്ധ കുർബാന സ്വീകരണം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന. അപ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞിട്ട് ഒരു ദണ്ഡവിമോചനം സഭ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചെയ്യേണ്ടതാണ് കുമ്പസാരം, കുർബാന സ്വീകരണം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന. അതുപോലെ എല്ലാ പാപത്തിൽ നിന്നും മുഴുവനായി പിന്തിരിയണം എന്നതും ശ്രദ്ധേയമാണ്. എല്ലാ പാപത്തിൽ നിന്നും മുഴുവൻ, ചിന്തയിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഒരു പാപവും പാടില്ല. ഈ വ്യവസ്ഥകൾ പൂർത്തിയാകാണ്ട് വന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനം ഭാഗികമായ ദണ്ഡവിമോചനമായിട്ട് മാറും. ലഘു പാപത്തിൽ നിന്നു പോലും മുക്തി വേണം.